വർഷങ്ങളായി കണ്ണൂർ നഗരം കേന്ദ്രീകരിച്ച് നടത്തിവരുന്ന സാർവജനിക ഗണേശോത്സവം വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പരിമിതപ്പെടുത്തുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വയനാട് ജില്ലയെ സഹായിക്കുന്നതിനായി സർക്കാരും സന്നദ്ധ സംഘടനകളും ചെയ്യുന്ന സഹായധനം എത്തിക്കൽ പരിപാടിയിൽ ഗണേശ സേവാ കേന്ദ്രവും പങ്കാളിയാവും. സെപ്റ്റംബർ 7, 8, 9 തീയതികളിൽ ഗണേശോത്സവം നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വിവിധ ഹൈന്ദവ സംഘടനകളുടെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് ആർഭാടമായി നടത്തേണ്ടതില്ലെന്നും സാധാരണ നടത്താറുള്ള ഗണപതി പൂജ, പ്രഭാഷണങ്ങൾ, അന്നദാനം, പായസദാനം എന്നിവയും വിഗ്രഹ നിമജ്ജന രഥഘോഷയാത്രയും ഭക്ത്യാദരവോടെ നടത്താനുമാണ് തീരുമാനം. 9 വൈകുന്നേരം 4 മണിക്ക് വിവിധ ഇടങ്ങളിൽ നിന്നും താളിക്കാവിൽ സംഗമിച്ച് പയ്യാമ്പലത്തേക്ക് നിമജ്ജന ഘോഷയാത്ര നടക്കും. കണ്ണൂർ ജില്ലയിൽ 86 കേന്ദ്രങ്ങളിൽ ഈ കുറി ഗണേശോത്സവം നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. പരിപാടി എന്ന നിലയിലുള്ളത് കൊണ്ട് അതിൻ്റെ ചടങ്ങുകൾ എന്ന നിലയിൽ പ്രാദേശികമായിട്ട് ഗണേശ പൂജകളും പ്രഭാഷണ പരിപാടികളും അത്യാവശ്യം അന്നദാനങ്ങളും ഒക്കെ കൊടുത്തുകൊണ്ടുള്ള ഒരു മിനിമം പരിപാടിയാക്കിയിട്ടാണ് നമ്മൾ നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഗവൺമെൻറ്റും സന്നദ്ധ സംഘടനകളൊക്കെ തന്നെ അവിടെ ബലിദാനികളായിട്ടുള്ള അനവധി സഹോദരന്മാരെ കുടുംബത്തെയൊക്കെ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വന്ന ചുറ്റുപാടിൽ ഗണേശോത്സവത്തിൻ്റെ പേരിൽ ആർഭാടമായ രീതിയിൽ പരിപാടി സംഘടിപ്പിച്ച് ജനങ്ങളിൽ നിന്നും പൈസ പിരിക്കുന്ന പരിപാടികൾക്ക് കുറച്ചൊരു മിതത്വം കൽപ്പിക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്രാവശ്യത്തെ ആഘോഷ പരിപാടി ലഘൂകരിക്കാൻ തീരുമാനിച്ചത്. വാർത്താസമ്മേളനത്തിൽ സംഘാടക സമിതി പ്രസിഡന്റ് KV ജയരാജൻ, സെക്രട്ടറി KV സജീവൻ, കൺവീനർ പ്രജിത്ത് പള്ളിക്കുന്ന്, ജോയിന്റ് സെക്രട്ടറി രാകേഷ് ആയിക്കര, സംഘാടക സമിതി രക്ഷാധികാരി PR രാജൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഗ്രാമിക ന്യൂസ്, കണ്ണൂർ.